നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചായി വീഡിയോ കേട്ടിട്ട് കുറച്ച് തിരക്കിലൊക്കെ പെട്ടുപോയി കേട്ടോ. അപ്പോൾ ഇനി തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ എങ്ങനെയാവും എന്നറിയില്ല. കുറച്ചധികം കൂവ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കൂവപ്പൊടി ഉണ്ടാക്കാറുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ, നല്ല മഞ്ഞ കട്ട പോലെ ഉണ്ടല്ലേ കാണാൻ. പക്ഷെ ഇതിൻ്റെ പിന്നിലുള്ള പണി അത്ര എളുപ്പമല്ല കേട്ടോ. കുറച്ചധികം കൂവുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ നാരും വേരും ഒക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കണം കേട്ടോ. തൊലി മൊത്തത്തിൽ ചിരകണില്ല കേട്ടോ. കേടായ ഭാഗങ്ങളും ഇതിൻ്റെ വേരുകളൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് മാത്രം തൊലി ചിരകിയിട്ട് വെക്കാണ് കേട്ടോ. കാരണം നമ്മൾ ഇത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ പിഴിഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ തൊലിയൊന്നും ഇതിൽ പെടില്ല. കുറച്ചൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ തൊലി നമുക്ക് സമയമെടുത്ത് ചിരകി എടുക്കാം കേട്ടോ. ഇത് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് നമ്മളിതിൻ്റെ തൊലി മൊത്തത്തിൽ ചിരകണില്ല. അതിൻ്റെ വേരുകളും കേടായ ഭാഗങ്ങളും മാത്രം ഒഴിവാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ എടുക്കണത്. എന്തായാലും നമ്മളിത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കും കേട്ടോ. അപ്പോൾ തൊലി എന്തായാലും അതിൽ പെടൂല കേട്ടോ. ഇതിനെ കൂവൻ്റെ തള്ള എന്നാണ് കേട്ടോ പറയാറുള്ളത്. ഈ തള്ളക്കോയിലാണ് നല്ല പൊടി ഉണ്ടാവുക കേട്ടോ. ഇതിനൊരു പ്രത്യേക നീല കളറായിരിക്കും കേട്ടോ. ഈ പൊടിയുള്ള കൂവക്ക് ഒരു നീല കളർ കൂടുതലായിരിക്കും കേട്ടോ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേരുകളൊക്കെ എടുത്തു മാറ്റിയതിന് ശേഷം ഒന്ന് മുറിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ മെഷീനിലിട്ട് അരക്കണ സമയത്ത് എളുപ്പത്തിൽ അരഞ്ഞു കിട്ടും കേട്ടോ. ഇതിൻ്റെ നീല കളർ കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ തള്ള എന്ന് പറയുന്ന ഈ കൂവൻ്റെ തള്ളക്കൂവകളൊക്കെ ഒന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നും ഇതുപോലെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുറിച്ച കഷ്ണങ്ങൾ ഓരോന്നും നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പിറ്റേന്നൊക്കെ ആയപ്പോഴേക്കും അതിൻ്റെ നീല കളറൊക്കെ മാറിയിട്ട് വെള്ള കളറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുറിച്ച സമയത്ത് നമുക്ക് ആ നീല കളർ കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ നീല കളർ ഇങ്ങനെ മാറി പിറ്റേന്നൊക്കെ ആകുമ്പോഴത്തേനൊക്കെ നീല കളറൊക്കെ മാറി ഈ വെള്ള കളറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ അതിൻ്റെ വിത്തുകളാണ് കേട്ടോ. അപ്പം എൻ്റെ മോനെ ഇടയിലൂടെ വന്നിട്ട് ഓരോന്ന് പൊട്ടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ നീല കളർ കാണുന്നുണ്ടോ നോക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് മക്കൾക്കൊരു കൗതുകമാണല്ലോ ഇതൊക്കെ കാണാൻ. ഇതൊന്നും നമ്മൾ വീട്ടിൽ എല്ലാ സമയത്തും അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇതല്ലല്ലോ.
അപ്പോൾ അവരെയും ഇതിലൊക്കെ കൂട്ടാറുണ്ട് കേട്ടോ. അവരും അറിയട്ടെ ഇതൊക്കെ എന്താണെന്ന്, എങ്ങനെ ഇതൊക്കെ ഓരോന്നും ചെയ്യാമെന്നൊക്കെ അവരും അറിയട്ടെ. ഇനി അവരൊക്കെ വലുതാണ് സമയത്ത് ചിലപ്പോൾ ഇതൊക്കെ കാണാൻ കിട്ടുമോ എന്നറിയില്ലല്ലോ. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം. ഒരു 3-4 പ്രാവശ്യം കഴുകേണ്ടി വരും കേട്ടോ. കാരണം എന്നാലേ ഇതിൻ്റെ മണ്ണ് പോവുള്ളൂ കേട്ടോ. കാരണം ഇത് ഇഞ്ചിയൊക്കെ പോലെ മണ്ണിൽ കിടക്കുന്നതാണല്ലോ. അപ്പോൾ നന്നായിട്ട് തന്നെ 3-4 പ്രാവശ്യം കുറച്ചായിട്ട് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഒരതി കഴുകി എടുക്കാൻ നോക്കണം കേട്ടോ. എന്നാലേ ഇതിന് നമ്മൾ പറ്റി പിടിച്ചിട്ടുള്ള മണ്ണുകളൊക്കെ പോവുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ചാക്കിയിട്ട് 3-4 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വെള്ളം വലിയാൻ വേണ്ടിയിട്ടൊന്ന് കൊട്ടയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് നമ്മൾ ഇനിയും വലിയ കഷ്ണങ്ങളുള്ളതൊക്കെ ഒന്ന് മുറിച്ച് ചെറുതാക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയിലൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടാൽ മതി കേട്ടോ. പക്ഷേ നമ്മളിത് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് മില്ലിൽ തന്നെ കൊണ്ടുപോയിട്ട് അരച്ചെടുക്കാണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള മില്ലിൽ ഇത് അരക്കുന്നത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെയുള്ള മറ്റൊരു മില്ലിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മളൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ. നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിലൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം അതിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തതിന് ശേഷം നമ്മൾ തുണിയിൽ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കേണ്ട. അപ്പോൾ നന്നായിട്ട് ഇതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതിന്ന് കുറച്ച് എടുത്തതിന് ശേഷം നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ നന്നായിട്ട്. ഒരു പ്രാവശ്യം പിഴിഞ്ഞെടുത്തെന്ന് എഴുതിയിട്ട് ഇതിൻ്റെ 100 മുഴുവൻ നമുക്ക് കിട്ടൂല കേട്ടോ. ഒരു 3 പ്രാവശ്യമൊക്കെ നന്നായിട്ട് വെള്ളം മാറ്റി പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ പിഴിഞ്ഞെടുത്ത വെള്ളം ഓരോ പാത്രത്തിലാക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് ഇതുപോലെ പിഴിഞ്ഞെടുത്ത് ഓരോ പാത്രത്തിലാക്കിയിട്ട് വെക്കാട്ടോ. അപ്പം മൊത്തത്തിൽ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതതിൻ്റെ വേസ്റ്റാണ് കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ ചണ്ടി.
അപ്പോൾ ഇത് അടുത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളം നമുക്ക് മാറ്റി കൊടുത്തിട്ട് വേറെ പുതിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ പൊടി അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കേട്ടോ കൂവപ്പൊടി ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ 8 ദിവസമൊക്കെ നമ്മൾ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ മുകളിലുള്ള ഈ ബ്രൗൺ കളറൊക്കെ മാറിയിട്ട് നല്ല വെള്ള കളർ പൊടിയിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു 7-8 ദിവസം നമ്മൾ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോഴും ഇതിൻ്റെ അടിയിലുള്ള പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ പൊടി നമുക്ക് തെളിഞ്ഞ് വരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ. അങ്ങനെ 7-8 ദിവസം നമ്മൾ വെള്ളം മാറ്റിക്കൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പാത്രത്തിലേക്കും പൊടി ഇതുപോലെ കലക്കിയതിന് ശേഷം ഒറ്റ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ക്ലിപ്പ് നമ്മൾ എടുക്കാൻ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 8 ദിവസം വെള്ളം മാറ്റിയതിന് ശേഷം നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് 1-2 ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളണം കേട്ടോ. എന്നാലാണ് നല്ല പൊടിയായിട്ട് വരുള്ളൂ. ഇതിപ്പോൾ 1 ദിവസം വെയിൽ കൊണ്ടതാണ് കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ നല്ല പൗഡർ പോലെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല മഞ്ഞ കട്ട പോലെ ഉണ്ടല്ലേ. കാണുമ്പോൾ തന്നെ നമ്മൾ കഴിക്കാൻ തോന്നൂല്ലേ. ഇതിങ്ങനെ കുറച്ചെടുത്ത് വായിലിട്ട് നോക്കിയാൽ ഇങ്ങനെ അലിഞ്ഞു പോകും കേട്ടോ. അപ്പം നമ്മൾ പച്ചയിൽ എടുത്തിട്ട് കുറച്ച് വിരകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ വിരകാന്ന് പറയും. തേങ്ങ ഒക്കെ ഇട്ടിട്ട് വിരകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചയിൽ നല്ല ഉണങ്ങുന്നതിന് മുന്നേ 1 ദിവസം വെയിലത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ എടുത്തിട്ട് കുറച്ചെടുത്ത് വിരകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ളത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ളത്. അങ്ങനെ പച്ചയിലെടുത്ത് വരയ്ക്കണതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ.